കേന്ദ്ര ഏജൻസികളെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജീവിക്കുന്നത്. എന്നിട്ട് നാട്ടുകാരെ കബളിപ്പിക്കാൻ ഞങ്ങളിത് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്ന സമരമാണ് എന്ന് കാണിക്കാനാണ് ഈ SFI കുട്ടികളെ വിട്ടുകൊണ്ട് ഈ സമരം കാണിക്കുന്നത്. ഇതാണ് നാടകമാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെ പോയിട്ടില്ല ഒരു കാര്യത്തിൽ. ഇവരാണ് ഗവർണറുമായി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ നടത്തിയ നിയമവിരുദ്ധമായ മുഴുവൻ ഏർപ്പാടുകളും ഗവർണറും ഇവരും ചേർന്ന് നടത്തിയ നിയമവിരുദ്ധ നടപടികളാണ്. അതാണിപ്പോൾ UGC നിയമങ്ങളെ കാറ്റിൽ പറത്തി, നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി, സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാറ്റിൽ പറത്തി ഇവർ എല്ലാം ഉണ്ടാക്കി. ഇവർ സന്ധി ചെയ്യുമ്പോഴാണ്, ഇവർ ഒരുമിച്ച് ചേർന്നപ്പോഴാണ്, ഇവർ രണ്ടു കൂട്ടരും ചേർന്നാണ് നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കാലത്തും ഇവരെ രണ്ടു കൂട്ടരെ എതിർത്തിട്ടുണ്ട്. ഇതിപ്പോൾ താൽക്കാലികമായി കാണിക്കുന്നതാണ്. ഗവൺമെൻറ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴെല്ലാം ഈ ഗവർണർ വേഴ്സസ് ഗവൺമെൻറ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ എന്തുപോലെ ഇത് തമാശയാണ്. ഇത് ആളുകൾ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല. LP സ്കൂളിലെ കുട്ടികളല്ലേ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, രണ്ടുപേരും കണ്ടാൽ മിണ്ടില്ല. ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം തുറന്നു പറയണം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞത് സമരം ചെയ്യണം. സമരം മാറ്റി പൊതുസമ്മേളനം നടത്തുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിനാണ്. പ്രതിപക്ഷം എടുത്ത നിലപാട്, തുടക്കം മുതൽ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ശരിയാണെന്ന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. കുറേ പേർക്ക് ഞങ്ങൾ ഗവർണറുടെ കൂടെ കൂടാത്തതിൽ വിഷമമായിരുന്നു. കുറേ പേർക്ക് കേന്ദ്രവിരുദ്ധ നിലപാടെടുത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ കൂടാത്തതിന് വിഷമമായിരുന്നു. ഞങ്ങൾ അന്നും എടുത്ത നിലപാട് ഞങ്ങൾ ആലോചിച്ചു. രണ്ടു കൂട്ടരുടെ കൂടെ കൂടാൻ കൊള്ളില്ല. ഇവിടെ രണ്ടു കൂട്ടരും കൂടി ജനങ്ങളെ കബളിപ്പിക്കുക. അപ്പം ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്ന സമയമാണ്.